സാധാരണ ഒരാൾക്ക് ഇത്തരം ഘട്ടത്തിൽ പോകുന്നത് നിങ്ങളുടെ പുതിയ വൊക്കാബുലറി ചെറുപ്പക്കാരൻ നൊസ്റ്റു എന്ന് പറയും, അറിയോ? നൊസ്റ്റാൾജിക് മെമ്മറീസാണ്. ഇരുന്നപ്പോൾ ആലോചിച്ച കാര്യങ്ങളും ഇവിടെ പഠിച്ച 5-6 വർഷക്കാലം ചെയ്ത കാര്യങ്ങളും പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ മീഡിയ നിൽക്കുകയാണ്. പിന്നെ ഒരു കൊല്ലത്തേക്ക് അത് മാത്രമായിരിക്കും വാർത്ത. അത്രമാത്രം നല്ലതുമല്ലാത്തതൊക്കെ ക്യാമ്പസിൽ ചെയ്ത വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. പെട്ടെന്ന് ഇരുന്നപ്പോൾ പുറകിലേക്ക് നോക്കിയതുപോലെ ജനലും ഒരു വിവാദമുണ്ട് പുറകിലേക്ക് കാണാം. ഞാൻ പ്രീ-ഡിഗ്രി വിദ്യാർത്ഥിയായി എനിക്ക് 14 വയസ്സായി. ഇവിടെ വരുമ്പോ ആദ്യത്തെ ആഴ്ച എല്ലാവരും ലേക്യൂലേക്ക് പോകും. ഇവിടെ വന്നാൽ അവിടെ പോവാത്തൊരു കുട്ടി പോലും ഉണ്ടാവും. ഞങ്ങൾ ലേക്യൂലേക്ക് പോയി. ഞങ്ങളെല്ലാ കുട്ടികളെല്ലാവരും ചേർന്നു. അപ്പൊ എനിക്ക് തെങ്ങിൽ കയറാൻ മതി. ഞാൻ അവിടുത്തെ ലേക്യൂലെ തെങ്ങിൽ കയറി. അപ്പൊ കോളേജിൽ ആദ്യം തെങ്ങിൽ കയറാൻ അറിയുകയാണ്. അപ്പൊ എല്ലാവരും ആരാധകരെ താഴെ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിക്കുകയാണ്. ഒരു കാര്യം ഞാൻ മാത്രം കണ്ടില്ല. അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഫാദർ മത്തായി അദ്ദേഹം ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ വന്ന് ബൈനോക്കുലർ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്നാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ എനിക്ക് പിന്നെ എന്തും പഠിക്കുമ്പോഴൊക്കെ ബീസിയാണ്. ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ ഇതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ പ്രീ-ഡിഗ്രി വിദ്യാർത്ഥി തെങ്ങിന്റെ മുകളിൽ എന്നെ വിളിച്ചു വരുത്തി. അദ്ദേഹം അസലമായ താത്വികത കണ്ടു. ഇനി അടുത്ത 2 വർഷവും എന്റെ സർവൈലൻസ് ആയിരിക്കുമല്ലോ. അടുത്ത 2 വർഷം എന്റെ നീക്കങ്ങളല്ല. പിന്നെ ഞങ്ങൾ ഒരുപാട് ഈ ഹാളിൽ വെച്ച് തന്നെ ഇവിടെ ജയറാം സാർ ഇരിക്കുന്നു. ജയറാം സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച അതിമനോഹരമായ ഒരു ആർട്ട് എക്സിബിഷൻ ഉണ്ട്. മറ്റു കോളേജുകളൊന്നും നിർമ്മിക്കാറില്ല. അതുപോലെ ഒരു ആർട്ട് എക്സിബിഷൻ സാറ് തന്നെ ഒരു ചിത്രകാരനായി സാറായിരുന്നതിന്റെ മുഖ്യ സംഘാടകൻ. ഞാൻ രാത്രി കിടന്നു വഴിയിലേക്ക് സ്റ്റേജിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി തയ്യാറെടുക്കട്ടെ ഞങ്ങൾ യൂണിയൻ ഭാരവാഹികളായ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടി ഇവിടെ മനോരമയും മാതൃഭൂമിയൊക്കെ വിരിച്ചിട്ടാണ് കിടന്നത്. അറിയാലോ, പത്രം വിരിച്ചിട്ടാണ് ഈ സ്റ്റേജിൽ കിടന്നു വഴിയത്. അത്രയൊക്കെ പറഞ്ഞാൽ മുക്തിയാണ്. ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ നിന്നാണ് സംസാരിക്കാൻ പഠിച്ചത്. ഈ സ്റ്റേജിൽ നിന്നാണ്. എനിക്കൊരു നെയ്യുമുണ്ട്. ഈ കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി അവർക്ക് തെളിവുണ്ട്. എന്റെ അത്ര ഈ സ്റ്റേജിൽ കയറി എന്ന് പ്രസംഗിച്ച ഒരു വിദ്യാർത്ഥി ഈ ക്യാമ്പസിന്റെ ചരിത്രത്തിലുണ്ടാവും. ഒന്നാമത്തെ എല്ലാ വർഷവും ഇലക്ഷൻ മത്സരിക്കും. പിന്നെ കോളേജ് യൂണിയൻ ഭാരവാഹികൾ വരുമ്പോൾ കോളേജ് യൂണിയൻ എല്ലാ പരിപാടികളിലും സംസാരിക്കും. ഇവിടെ നിന്നാണ് ശരിക്കും സംസാരിക്കാൻ പഠിച്ചത്. ഇവിടെ നിന്നാണ് സംസാരം തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അന്നത്തെ മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ അധ്യാപകരും എല്ലാവരും കേൾക്കാൻ വേണ്ടി വരും. വളരെ രസകരമായ വാദപ്രതിവാദങ്ങളാണ് മീറ്റ് ദ കാൻഡിഡേറ്റിന്റെ ഇടയിൽ നടക്കുന്നത്. അതെല്ലാം ഈ ക്യാമ്പസിന്റെ സവിശേഷതകളായി. ഇവിടെ ഇരുന്നാൽ നേരത്തെ ഒരു നീലാകാശമായിരുന്നു മുകളിൽ. ഇപ്പൊ അത് മാറ്റി. ആ നീലാകാശത്തെ ഹൃദയത്തിൽ പതിപ്പിച്ചിട്ടാണ് വിദ്യാർത്ഥികളായ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് പഠിക്കാറുണ്ട്. ഇവരുടെ അധ്യാപകർ, ഇവരുടെ നോൺ ടീച്ചിങ് സ്റ്റാഫ് അവരെല്ലാവരും സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഞങ്ങളെ ചേർത്ത് നിർത്തിയവരാണ്. അധ്യാപകരെല്ലാം ക്ലാസ്സിൽ കയറാതിരിക്കുമ്പോഴൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പരിപാടി. ലൈബ്രറിയിലൂടെ ഇരിക്കുന്നുണ്ട്. അന്നത്തെ ഞങ്ങളെല്ലാം ലൈബ്രറിയിലൊക്കെ കയറി നിരന്തരമായി കയറി നടക്കുന്ന ആളുകളായി. ഒരുപാട് ഓർമ്മകളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഈ ക്യാമ്പസ് ജീവിതത്തിൽ ഒരു കാലത്തും നമ്മുടെ ഹൃദയത്തിൽ നിന്നും മാറ്റി കളയാൻ പറ്റാത്ത, അതിനേക്കാൾ ഉപരിയായി ഉണ്ടാക്കിയ സൗഹൃദങ്ങൾ, ഇന്നും നിലനിൽക്കുന്ന സൗഹൃദങ്ങൾ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ അതിൽ 90% പേരും തേവര കോളേജിൽ എന്നോടൊപ്പം പഠിച്ചവരാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെല്ലാം അവരുടെ അധ്യാപകർക്കാണ് അവർക്ക് അറിയാം. അവരെല്ലാവരും എനിക്ക് നന്നായിട്ട് അറിയാം. അവരെല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാകും. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫോണിൽ വിളിക്കും. ഇടയ്ക്ക് യാത്ര പോകും. ഇടയ്ക്ക് ഒരുമിച്ചിരിക്കും കുടുംബാംഗങ്ങളുമായി. ആരുടെ കുടുംബത്തിൽ എന്ത് നടന്നാലും ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേരുന്ന അസാമാന്യമായ ഒരു സൗഹൃദമാണ് എനിക്ക് ഈ ക്യാമ്പസ്
ക്യാമ്പസിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ സൗഹൃദം ഇത് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കണം എന്നാണ്. ഞാൻ ഇനിയും സംസാരിച്ച് നീണ്ടുപോയാൽ ഈ യഥാർത്ഥ പരിപാടിയുടെ സംഘാടകരെ വിഷയിക്കും. കാരണം പരിപാടി 30th വിമൻ സമ്മിറ്റാണ്, അതിന്റെ ഫസ്റ്റ് എഡിഷനാണ്. നമുക്കറിയാം സ്ത്രീകൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട പരിപാടിയാണ്. അവരുടെ ഉയർച്ച, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, അവരുടെ സമൂഹത്തിലെ പങ്കാളിത്തം, അവരുടെ മുന്നേറ്റം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു ശ്രദ്ധേയമായ പരിപാടിയാണ് ഈ വിമൻ സമ്മിറ്റ്. ഞാൻ അതിന്റെ സംഘാടകരെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സ്ത്രീകൾ മുന്നിലേക്ക് വരണം, ഒരു സംശയവും ആ കാര്യത്തിലില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള പ്രശ്നം, ഞാൻ ഈ +2 കുട്ടികൾക്കും 10th പാസ്സായ കുട്ടികൾക്കൊക്കെ അവാർഡ് കൊടുക്കും. അവാർഡ് കൊടുക്കുമ്പോൾ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിച്ചവർക്ക് ++ കിട്ടിയവർക്കാണ് അവാർഡ്, MLA അവാർഡ് കൊടുക്കും. 10 പെൺകുട്ടികൾ വന്നു കഴിയുമ്പോഴാണ് ഒരാൾ ആൺകുട്ടി അവാർഡ് മേടിക്കപ്പെടുന്നത്. മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ക്യാമ്പസുകളിലും പോകുന്ന ഒരാളാണ്, പ്രധാനപ്പെട്ട ക്യാമ്പസുകൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ്, മുംബൈ സെന്റ് സേവിയേഴ്സ്, ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ്, ചെന്നൈയിലെ ലയോള, സ്റ്റെല്ല മേരീസ്, അതുപോലെ കൽക്കട്ടയിൽ, പോണ്ടിച്ചേരിയിലൊക്കെ ക്യാമ്പസ് ഞാൻ നിരന്തരമായി ക്യാമ്പസുകളിൽ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യുന്നതാണ്. എല്ലായിടത്തും കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികളാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് എന്നത് വളരെ അഭിമാനകരമായ കാര്യമാണ്. പിന്നോക്കം നിന്നുള്ള ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് നമ്മൾ പോയിക്കൊള്ളുകയാണ്. സാമൂഹ്യമായിട്ടുള്ള മുന്നോട്ട് വരണം, വളരെ ധീരതയോടുകൂടി മുന്നോട്ട് വരണം. ജീവിതത്തിലെ ഒരു